ദൈവദാസന്മാരുടെ ഹൃദയത്തിനകത്ത് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ ഈ രക്ഷയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം ഭാഗ്യം നൽകിയതുകൊണ്ട് ഈ തിരിച്ചറിഞ്ഞ രക്ഷ നമ്മിൽ തന്നെ ഒതുക്കി വെക്കാതെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, മറ്റു വിവിധ മേഖലകളിൽ കടന്നു ചെന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നതിന്റെ നർമ്മപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത്, ഞാൻ പാപത്തിൽ കിടന്നപ്പോൾ എന്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത ഒരു കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞു. ആ കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞത് മുഖാന്തരം എന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒത്തിരി നന്മകൾ, ഒത്തിരി വഴികൾ, വാതിലുകൾ ഒക്കെ ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് എന്റെ ജീവിതത്തിനകത്ത്, ദേശത്ത്, രാജ്യത്ത്, മറ്റ് മേഖലകളിലൊക്കെ ഞാൻ മാന്യപാത്രമായി തീരുവാൻ കാരണമായ കർത്താവായ യേശുക്രിസ്തുവിനെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ വേദികളിൽ ആ കർത്താവിനെ ഉയർത്തുന്നത് ദൈവവൃത്യന്മാരുടെ ഹൃദയത്തിനകത്തുള്ള അകമേറിയ വാഞ്ചയാണ്, ആഗ്രഹമാണ്. അത് ഏത് സാഹചര്യവും നോക്കാതെ വിളിച്ചു പറയുക എന്നുള്ള ദൗത്യം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത്, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദേശത്തിലെ കർത്താവിന്റെ മഹത്തരമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്നുണ്ട്, തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയ, സ്തോത്രം, എന്നുകൂടി പറഞ്ഞാൽ സർവ്വലോകവും നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? ഈ നാളുകളിൽ നമ്മുടെയൊക്കെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ആ ആത്മാവിനെ തിരിച്ച് നമുക്ക് ലഭിക്കുവാൻ, അല്ലെങ്കിൽ ആ കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കിയത് വലിയ കൃപയാണ്. സ്തോത്രം. ആ കൃപയ്ക്കുള്ളിൽ വന്നത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. ഈ കൂട്ടായ്മയിലേക്ക് നാം മാത്രമല്ല, നമ്മെ പോലെ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. അവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടിയാണ് ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകളും കൺവെൻഷനുകളും പരസ്യയോഗങ്ങളും ഒക്കെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ യോഗം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ, ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക്, വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി, ഈ യോഗം ദൈവസന്നിധിയിൽ ഏറ്റവും മാന്യമായി തീരുവാൻ, വൃഥാവായി തീരാതിരിക്കുവാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമാകുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവവചന കേൾവിക്കായി കർത്താവ് ഈ ദേശത്ത് ഞങ്ങൾ ക്രമീകരിച്ച ഈ കൺവെൻഷനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവ് ദേശത്തോട് സുവിശേഷം വാരി വിതറുമ്പോൾ ദൈവത്തിന്റെ മഹത്തരമാകുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി സഭാ ഹോളിൽ അല്ല കർത്താവ് ദേശത്ത് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല, മിടുക്കല്ല, ഞങ്ങളുടെ പുണ്യപ്രവൃത്തിയല്ല, ഇപ്രകാരം നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവ് തോന്നിയ, ഞങ്ങളിൽ കൃപ തോന്നിയ സർവശക്തനായ ദൈവത്തിന്റെ മഹത്തരമാകുന്ന നന്മ ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുവാൻ ദൈവം ഇങ്ങനെ അവസരമൊരുക്കി നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ യോഗം അനുഗ്രഹമായി തീരണം, ദേശത്ത് വിടുതലായി തീരണം, പാപികൾ മാനസാന്തരപ്പെടണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, രോഗികൾ സൗഖ്യമാകണം, ദൈവത്തിന്റെ സത്യവചനം ആഴമായി കർത്താവ് ചില ഹൃദയങ്ങളെ സ്പർശിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ഈ ദേശത്തു നിന്ന് ചില വ്യക്തികളുടെ ഹൃദയത്തെ ദൈവം തുറക്കണമേ. ദൈവത്തിന്റെ ആലോചന അവരോട് ഇന്ന് രാത്രി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ദൈവം ചെയ്യണം, തിരു സാന്നിധ്യത്തിൽ മറയ്ക്കണം. പ്രാർത്ഥന യാചന കേട്ട നല്ല കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഈ സുവിശേഷമായ യോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത് അതിരനായ എഫ്രാത്ത ചർച്ചിന്റെ പാസ്റ്ററിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഞങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് രാത്രിയിലെ വചനഘോഷണത്തിനായി എത്തിയിരിക്കുന്ന ബേബി പാസ്റ്ററിനെ ഓർത്ത് പ്രത്യേക സന്ധ്യാവന്ദനവും പ്രത്യേക ക്രിസ്തീയ സ്നേഹവും ഈ നിമിഷം അറിയിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന്
ഈ ദേശത്തോടും ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോടുമുള്ള മാറ്റമില്ലാത്ത ഹൃദയം ശാശ്വത ജീവൻ സുവിശേഷ മഹായോഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. കാലാവസ്ഥ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പ്രതികൂലമായിരുന്നിട്ടും കാലാവസ്ഥ കർത്താവ് നമുക്ക് അനുകൂലമായി നൽകി. അങ്ങനെയാണെങ്കിൽ സകല കാര്യങ്ങളെ ദൈവം അനുകൂലമായി തുടർന്നുള്ള മണിക്കൂറുകളിൽ നിയന്ത്രിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ചില സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിന്റെ നടുവിൽ അല്ലെങ്കിൽ ഈ യോഗം നിമിത്തം അല്ലെങ്കിൽ ഒരുപാട് പേരൊന്നും വിടുവിക്കപ്പെട്ടില്ലെങ്കിലും ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടിയായിരിക്കാം ഈ മീറ്റിംഗ് നടക്കുന്നത്. ഞങ്ങൾക്കറിയാം, പല ഇടങ്ങളിൽ നടത്തപ്പെടുന്ന യോഗങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ യോഗം കഴിഞ്ഞ ശേഷം ഈ യോഗം മുഖാന്തരം ഇന്നിന്ന വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് വിടുതലായി തീർന്നു, ആശ്വാസമായി തീർന്നു. ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ യോഗം നിമിത്തം നിശ്ചയമായും ആരുടെയൊക്കെയോ വിടുതലിനെ പ്രതീക്ഷിച്ച് ദൈവം ഹല്ലേലൂയ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വിടുതലിന് വേണ്ടി ആവശ്യമായ, ഈ ദേശത്തിന് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് ആവശ്യമായ, ദൈവമക്കളുടെ ഉദ്ധാരണത്തിന് ആവശ്യമായ ദൈവികാലോചന അറിയിക്കുവാൻ ആത്മാവിന്റെ നിറവിൽ ദൈവം ദൈവദാസനെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും എൻ്റെ ദേശക്കാരനാണ്. ആ ദേശത്ത് കർത്താവിന്റെ വേദിയിൽ ദീർഘവർഷങ്ങൾ എൻ്റെ ചെറിയ ബാല്യസമയം മുതലേ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത നിലവാരത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ ഇങ്ങനെ ഒരു യോഗത്തിലേക്ക് ക്ഷണിക്കുവാനും ഇങ്ങനെ ഒരു ആത്മീയ ഒരുമിച്ച് ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാനും ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ പിതാക്കന്മാരോട് ചേർന്ന് അല്ലെങ്കിൽ യൗവനക്കാരും അല്ലെങ്കിൽ മക്കളും അല്ലെങ്കിൽ ദൈവത്തെ ഉയർത്തുന്നത് ആ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്.
അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആത്മീയ സഹകരണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം പ്രായഭേദമന്യേ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നത് എങ്ങനെയാണ്? നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ശ്രേഷ്ഠനായ ദൈവ കർത്താവിനെ ഇവിടെ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഈ ദേശത്തിൽ നിറയുവാനിടയാകും. അല്ലെങ്കിൽ തുടർന്നുള്ള മണിക്കൂറുകളിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് കരങ്ങളടിച്ച് ആദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുന്ന സ്നേഹദൂത് ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനായ പാസ്റ്റർ, ഈ യോഗത്തിന്റെ ലീഡ് വഹിക്കുന്ന കർത്താവിന്റെ ഭക്തൻ, വിശേഷാൽ ഈ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ, ഇവിടെയുള്ള കുടുംബാംഗങ്ങൾ, ഗാനം ആലപിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, ശുശ്രൂഷയിലായിരിക്കുന്ന മറ്റ് എല്ലാ പ്രിയമുള്ളവരും, പിതാക്കന്മാര്, മച്ചിമാര്, വിശേഷാൽ താമരക്കുള്ള പ്രദേശത്ത് നിന്ന് കടന്നു വന്ന അരുൺ പാഷവറുകൾ, എല്ലാ പ്രിയപ്പെട്ടവരും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഷ്തുല്യമായ നാമത്തിൽ ഇളയവരുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷയില് ആയിരിക്കുന്നത് ഭാഗ്യകരമായ ഒരു അനുഭവമായി ഞാൻ കാണുന്നു. ഈ രാത്രിയില് ദൈവനാമ മഹത്വത്തിനായി നമ്മളുടെ ശബ്ദം ആയി തീരട്ടെ. അത് ഈ ദേശത്തിനും ഈ സഭയ്ക്കും, വിശേഷാൽ ഈ ദേശത്ത് വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ദൈവമക്കളായിരിക്കുന്ന സഭാവ്യത്യാസമില്ലാതെ വണ്ണം ദൈവത്തെ മഹത്വപ്പെടുന്ന ഏവർക്കും ഇത് ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടെ വന്ദനയും സ്നേഹവും സന്ധ്യാവന്ദനവും അറിയിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ശ്രമിക്കുന്ന ഏവർക്കും ഞാൻ വന്ദനം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്കൊരു തിരുവചനം വായിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് നമ്മുടെ കണ്ണിന്റെ അടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവകൃപാലുവാകുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരവും വിശുദ്ധവുമായ ഈ ദിവസത്തിന്റെ രാവേളയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഈ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രിയില് കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം അടിയനും ഭാഗ്യം ലഭിച്ചല്ലോ. ഇത് സംഘടിപ്പിച്ച എല്ലാ പ്രിയമുള്ളവർക്കുമായി സ്തോത്രം. സ്നേഹദൂതന്റെ എല്ലാ പ്രവർത്തകരെയും ഈ സഭയുടെ എല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വചനം സംസാരിപ്പാൻ ദൈവാത്മാവിന്റെ ശക്തി പകർന്നു തരണമേ. മാനുഷിക ശബ്ദമല്ല, ഒരു ദൈവിക ശബ്ദം ഇന്ന് രാത്രിയിൽ മുഴങ്ങി കേൾക്കുവാൻ, കർത്താവ് മഹത്വമെടുക്കുവാനും പുകഴ്ചയെടുക്കുവാനും അങ്ങ് മാത്രം യോഗ്യനാകയാൽ കർത്താവേ,
അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി അനുഗ്രഹിച്ച് ഈ യോഗത്തെ പ്രത്യേകമായ ആത്മസന്തോഷത്തിൽ ആക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടു. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ കരങ്ങളും ഉയർത്തി ഒരു ഹല്ലേലൂയ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം ഒരിക്കൽ കൂടെ വായിക്കാം. അതിലെ കുറിവാക്യമായി എടുക്കുന്ന ഭാഗം, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതാണ് തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. പ്രൈസ് ദി ലോർഡ്. രുചിച്ചു നോക്കിയവർ മാത്രമേ അതിന്റെ മാധുര്യം പറയുകയുള്ളൂ. മാമ്പഴം കണ്ടാൽ അതിന്റെ രുചി അറിയല്ല, ആപ്പിൾ കണ്ടാൽ അതിന്റെ രുചി അറിയത്തില്ല. ഏത് ഫലമായാലും അത് രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ മാധുര്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. രുചിച്ചറിയാത്തവര് അതിനെ വിമർശിച്ച് കുറ്റം പറയുകയും അതോ അല്പം കൊള്ളാം, നല്ലതാ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോവുകയുള്ളൂ. പക്ഷേ രുചിച്ച ആള്, അല്പമെങ്കിലും അത് ഭക്ഷിച്ച ആള് അതിന്റെ മാധുര്യത്തെ കുറിച്ച് പറയും. കയ്പായാലും മധുരമായാലും പുളിപ്പായാലും കവർപ്പായാലും എന്തായാലും അത് രുചിച്ചു നോക്കിയതിന് ശേഷമേ അതിന്റെ മാധുര്യത്തെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. പുസ്തകത്തില് അല്ലെങ്കിൽ പടത്തിന്റെ പുറത്ത് എഴുതി വെച്ചാലൊന്നും മാധുര്യമാകിയില്ല. വാങ്ങി ഭക്ഷിക്കുന്നവർക്ക് അറിയാം അതിന്റെ രുചി എന്താണ്. സ്തോത്രം. അതുപോലെ ഈ തിരുവചനം ഇവിടെ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ആര് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുവോ പാടുന്നുവോ അത് കേൾക്കുന്നവരും അതിലേക്ക് ശ്രദ്ധ തിരിച്ച് അതിനെ ഉൾക്കൊണ്ട് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ മാധുര്യം എന്താണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ രുചിച്ചറിഞ്ഞവർ സമൃദ്ധിയായ ജീവൻ അവർക്കുണ്ടാകും. ഇന്ന് രാത്രിയില് അതിന്റെ മാധുര്യ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവിൽ ക്ഷണിക്കുകയാണ്. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. ഞാൻ സിംഹാസനത്തിന്റെയും ആ 4 ജീവികളുടെ നടുവിലും ആ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നതുപോലെ നിൽക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കണമേ. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ തടവറ എന്നതായ ആ അനുഭൂതിയില്, ആ അനുഭവത്തില് ആയിരിക്കും കാലം തനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നതായ ഭാഗങ്ങളാണ് വെളിപ്പാട് പുസ്തകമായി അപ്പോസ്തലൻ
അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളില് നീറോ എന്ന് പറയുന്ന ചക്രവർത്തി മരണമില്ലാത്തവനാണെന്ന് പറഞ്ഞ കാലത്ത് റോമൻ ഗവൺമെന്റ്, റോമാക്കാരും അത് വിശ്വസിച്ച് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ നവീനമായ മറ്റൊരു രാജാവിനെ കുറിച്ച് വാതാരാതെ പലരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ യോഹന്നാനും വിളിച്ചു പറയാൻ തുടങ്ങി, നസ്രനായ യേശു ജീവിക്കുന്നു എന്ന്. സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരമായി കാൽവരിയില് തകർക്കപ്പെട്ട മൂന്നാണിമേൽ തൂങ്ങി തന്റെ പ്രാണനെ മറുവിലയായി കൊടുത്ത് മാനവർഗത്തെ വീണ്ടെടുക്കുവാൻ വന്ന രക്ഷകനായ യേശു എന്ന് വിളിച്ചു പറഞ്ഞ് സുവിശേഷം അറിയിക്കുമ്പോൾ നീറോയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പേരിന് കളങ്കം വരുന്നത് പോലെ തോന്നിയിട്ട് ഗോപാകുലരായ പ്രിയമുള്ളവരും യഹോവയാണ് എന്നുള്ളതായ മാത്രമാണ് എന്നുള്ളതായ നിലയിൽ യഹൂദന്മാരും തങ്ങളുടെ പ്രവൃത്തിയെ ആമേൻ സ്തോത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്നും മഹാരാജാവാണെന്നും വീണ്ടെടുപ്പുകാരനാണെന്നും രക്ഷകനാണെന്നും വിളിച്ചു പറയുന്ന ആ പ്രിയപ്പെട്ടവർ കുറ്റക്കാരായി കണ്ടിട്ട് അവരെ പലപ്പോഴും ദേഹോപദ്രവം ചെയ്ത് അവരെ നശിപ്പിക്കുവാൻ തുടങ്ങി. അന്നു തുടങ്ങിയായ ആമേൻ ആ ക്രൂരത ഇന്ന് വരെ മാറിയിട്ടില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവർ കുറ്റക്കാരായി ലോകം കണ്ടവരെ ആമേൻ ഏറ്റവും ക്രൂരമായി ആമേൻ പീഡിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ രക്ഷകൻ നമുക്ക് വലിയതാണ് എന്ന് വിളിച്ചു പറയുവാൻ ചങ്കുറ്റത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയില് ഈ ദേശനിവാസികളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. Praise the Lord. Praise the Lord. ആരാണ് ഈ യോഹന്നാൻ? സ്തോത്രം. സുവിശേഷം, ഒരു സുവിശേഷം 4 പേരെഴുതി. Praise the Lord. സുവിശേഷം എന്നാൽ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ 4 പേര് ആമേൻ ചിത്രീകരിച്ച് എഴുതുന്നതായ ഭാഗം ആമേൻ പുതിയ നിയമത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി എന്നും മർക്കോസ് എന്നും ലൂക്കോസ് എന്നും യോഹന്നാൻ എന്നും ആമേൻ 4 പേര് എഴുതിയതായ ആമേൻ സുവിശേഷം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തില് ആ ഏതിനെ നരപ്പിക്കുവാൻ, ഒന്ന് കുളിർമ വരുത്തുവാൻ, ഒരു സന്തോഷത്തിലേക്ക് ആനയിക്കുവാൻ ഒരു നദി പുറപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ആ നദിയിൽ നിന്ന് 4 ശാഖ തിരിയുന്നുണ്ട്. Praise the Lord. ഈ 4 ശാഖയും വിശേഷാലുള്ളത് തന്നെയാണ്. അതിനെ ഫലപുഷ്ടിയാക്കുന്ന ഒരനുഭവം അതിലെ വെള്ളത്തിനുണ്ട്. സ്തോത്രം. ഞാൻ അത് വിവരിക്കുവാനല്ല പോകുന്നത്. അതുപോലെ സ്തോത്രം ഈ പുതിയ നിയമത്തിന്റെ ആരംഭത്തില് 4 നദി പോലെ 4 സുവിശേഷം ഒഴുകാൻ തുടങ്ങുകയാണ്. ആമേൻ. അത് ഏതിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടത് എന്നതുപോലെ പ്രാരംഭത്തില് പുതിയ നിയമത്തിന് ആമേൻ ഒരു വ്യക്തിയിൽ നിന്ന് 4 ശാഖ. എന്തിന് 4 ശാഖ? ആമേൻ ലോകത്തിന്റെ 4 മുക്കിലേക്കും ആമേൻ ഈ സുവിശേഷം എത്തേണ്ടത് ആവശ്യമാണ്. Praise the Lord. ഹല്ലേലൂയ. നടുനിലയായി നമ്മുടെ കർത്താവ് നിൽക്കുമ്പോൾ 4 ഭാഗത്തേക്കും ഈ നദി ഒഴുകുവാൻ ആമേൻ തുടങ്ങുകയാണ്. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. Praise the Lord. ആമേൻ. ഹല്ലേലൂയ. ഇതിൽ വീഴുന്നവൻ ചാകുവല്ല, ഇതിൽ വീഴുന്നവൻ ജീവിക്കുകയാണ്. Praise the Lord. Praise the Lord. ഈ നദിയിൽ ഇറങ്ങി അവൻ അന്നത്താൽ ജീവൻ പ്രാപിച്ച് ഉത്സാഹത്തോട് നിത്യജീവൻ പ്രാപിക്കുമ്പോൾ Praise the Lord. അനേക നദികളിലേക്ക് ചാടുന്നവർ
ജീവൻ നഷ്ടപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുക. ഇത് പുണ്യ നദിയല്ല, ഇത് രക്ഷയുടെ നദിയാ. ഇത് രക്ഷയുടെ നദിയാ. ഈ രക്ഷയുടെ നദിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. Praise the Lord. Hallelujah. നോക്കണമേ, മത്തായി, ആമേൻ, വിശുദ്ധ മത്തായി. മത്തായിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആമേൻ, സ്തോത്രം 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 സ്തോത്രം, ലേവി എന്ന് ആമേൻ പേരുള്ള ചുങ്കക്കാരൻ മത്തായി. Praise the Lord. Hallelujah. തന്നല്ല, ഒരു ജോലിയിൽ ഇരുന്ന വ്യക്തിയാ, ചുങ്കം പിടിക്കുന്ന ജോലി. സ്തോത്രം. നമുക്കറിയാം, ചുങ്കക്കാരൻ എന്ന് പറയുന്നത് പാപികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണെന്നാണ്. സ്തോത്രം. പലരും കർത്താവ് കടന്നു പോകുന്നപ്പോ ഇവരോടൊക്കെ സംസാരിക്കുന്നത്, ഇവരോട് സഹവസിക്കുന്നത് ഒക്കെ കുറ്റമായി കാണാറുണ്ട്. അപ്പൊ ചുങ്കം ജോലി അല്പം കടുപ്പമുള്ളതാണ്. സമൂഹത്തില് പേര് ദോഷം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നവരാണ് പോകും. ഹല്ലേലൂയ. സഖായിയെ കുറിച്ച് അങ്ങനെയാണല്ലോ കണ്ടുപിടിച്ചത്. സഖായി പിന്നെ കിടന്നുണ്ടാവാ പറഞ്ഞ് അമ്മയെല്ലാം കുറ്റം സമ്മതിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കാമെന്നുള്ളതായ വാഗ്ദാനം കർത്താവിനോട് പറഞ്ഞ് അമേൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലോ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ മത്തായി കർത്താവിന്റെ വിളി കേട്ട് തന്റെ ജോലി രാജിവെച്ച്, സ്തോത്രം, വരുമാനം വേണ്ട എന്ന് വെച്ച്, ഈ നന്മ വേണ്ട എന്ന് വെച്ച് കർത്താവിന്റെ പിന്നാലെ കൂടുന്ന ഒരു അനുഭവം. യൗവനക്കാരനായ മത്തായി, സ്ഥാനമാനങ്ങളുള്ളതായ മത്തായി, ഏവർക്കും പല രീതിയിൽ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെങ്കിലും ശ്രദ്ധ വരുത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവൻ ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ പോയപ്പോൾ എന്ത് പ്രതിഫലം ലഭിക്കാനാ? പക്ഷേ അവന് പ്രതിഫലം ലഭിച്ചു. ലോകത്തിന്റെ മുമ്പില് ദൈവമക്കളുടെ ഇടയില് സുവിശേഷത്തിന്റെ ഒന്നാം കണ്ണിയായി മാറുവാൻ, ആദ്യത്തെ വ്യക്തിയായി മാറുവാൻ ദൈവാത്മാവ് മത്തായിക്ക് ഭാഗ്യം കൊടുത്തു. Praise the Lord. മത്തായി എഴുതി, കർത്താവ് ആമേൻ ഹല്ലേലൂയ ഒരു രാജാവാണ്. ആമേൻ ആമേൻ ആമേൻ. വർഷങ്ങൾക്ക് മുമ്പേ, സ്തോത്രം, യെഹെസ്കേൽ കണ്ടതായ പ്രവചനം, പിന്നത്തേതില് യോഹന്നാൻ ദർശിച്ച ദർശനം, 4 ജീവികളെ കുറിച്ച് ആമേൻ ദർശനം പറയുന്നുണ്ടല്ലോ. സ്തോത്രം. ഈ പുസ്തകം എഴുതിയതിന് ശേഷമാ, അതായത് സ്തോത്രം വെളിപ്പാട് വരുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കണമേ, 4 ജീവികൾ, ആ ജീവികളെ 4 ജീവികളെയും ഓരോ സുവിശേഷകന്മാരെടുത്ത് അത് എഴുതുവാൻ തുടങ്ങി. മത്തായി ആദ്യം, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ആ വചനം അല്ലെങ്കിൽ കർത്താവ് പറയുന്ന ശബ്ദം ചെയ്ത പ്രവൃത്തികളെ മാത്രം അല്പമായി എടുത്ത് ആമേൻ ഒരു പുസ്തകം എഴുതി വിതരണം ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. അതിനുശേഷം പ്രൈസ് ദി ലോർഡ് ഗ്രീക്കില് ആമേൻ താൻ പുസ്തകം എഴുതി സുവിശേഷം മുഴുവനുമായി. അതാണ് ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നതായ മത്തായി എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനുശേഷം ആമേൻ മർക്കോസിലേക്ക് വരാം. അടുത്ത നദിയിലേക്ക് നമുക്കൊന്ന് വരാം. ആമേൻ. മർക്കോസ് ആമേൻ സുവിശേഷം എഴുതാൻ തുടങ്ങി. ആരാണ് ഈ മർക്കോസ്? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ഒരു സ്നേഹിതനാണെന്ന് പറയുന്നത് തെറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധനാഢ്യനായ മനുഷ്യനായിരുന്നു, സാധാരണക്കാരനല്ല, പാവപ്പെട്ടവനുമല്ല, ഒരു ധനാഢ്യനായ മനുഷ്യൻ. അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നത് ഒലിവുമല അദ്ദേഹത്തിന്റെ കുടുംബസ്വത്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ പറയുമ്പോൾ നമ്മുടെ കർത്താവിന് ആമേൻ പെസഹ ഒരുക്കിയത് ഈ മർക്കോസിന്റെ മാളിക മുറിയില്ല. അല്പം കൂടെ പറയുമ്പോൾ 120 പേര് കൂടി ഇരുന്ന് കർത്താവിന്റെ
കാത്തിരുന്നത്, praise the Lord, 10 ദിവസം കാത്തിരുന്നത് ഈ മർക്കോസിന്റെ മാളിക മുറിയിൽ തന്നെയാണ്. Praise the Lord. അങ്ങനെയെങ്കിൽ മർക്കോസ് സാധാരണക്കാരനാണോ? നരത്തിനായ ഒരു മനുഷ്യൻ തന്നെയാണ്. Praise the Lord. അദ്ദേഹവും കർത്താവിനെ പിൻപറ്റുവാൻ തുടങ്ങി. അദ്ദേഹവും തൂലിക ചമച്ചു. ആമേൻ, ഹല്ലേലൂയ. മർക്കോസ് എന്ന വ്യക്തി എഴുതിയത് ആമേൻ മർക്കോസിന്റെ ആമേൻ സുവിശേഷമായി മാറും. ആരുടെയാ സുവിശേഷം? യേശുക്രിസ്തുവിന്റെ. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് ഞാൻ വേഗത്തിൽ പഠിച്ചു പോകട്ടെ. ലൂക്കോസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം. അപ്പോൾ മർക്കോസ് ഒന്നുകൂടെ പറയട്ടെ. മർക്കോസ് കർത്താവിനെ കുറിച്ച് എഴുതിയത് സ്തോത്രം ഒരു ദാസനായി. സ്തോത്രം. എന്തുകൊണ്ടാ ദാസനായത്? ആമേൻ. തന്റെ കണ്ണാലെ കണ്ടു എന്താ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത്. Praise the Lord. ഇതിലപ്പുറം വേറെ എന്തുവാ തെളിവ് വേണ്ടത്? പല തെളിവുകളും ഉണ്ടെങ്കിൽ ആമേൻ മർക്കോസിന്റെ കൺമുൻപില് കണ്ട ഒരു കാഴ്ചയാ ആമേൻ ശിഷ്യന്മാര് ആമേൻ പാദം കഴുകി, അവരുടെ പാദം ചുംബിച്ച്, അവരെ കെട്ടിപ്പുണർന്ന് ആമേൻ സ്നേഹിക്കുന്ന ഒരു നല്ല ആമേൻ സ്വതന്ത്രം ദാസനെ കർത്താവിൽ കൂടെ മർക്കോസ് കാണുവാനിടയായി. Praise the Lord. ഹല്ലേലൂയ. അങ്ങനെ ആ ദാസൻ എന്ന നിലയില് മർക്കോസ് സുവിശേഷം എഴുതി. അടുത്തത് നമുക്ക് പഠിച്ചു നോക്കാം. ലൂക്കോസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിജാതീയനായ ലൂക്കോസ്, യഹൂദനല്ല, അന്യജാതിക്കാരനായ ഈ പ്രിയപ്പെട്ടവൻ ആമേൻ അനുഭവത്തിൽ കൂടെ പൗലോസും ബർന്നബാസും ഒക്കെ സുവിശേഷം അറിയിച്ച് നടന്നപ്പോൾ അന്ന് ആമേൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ അപ്പോസ്തലന്മാരോട് കൂടെ പൗലോസിനോട് കൂടെ ആമേൻ സഞ്ചരിച്ച ഒരു മാന്യ വ്യക്തിയാണ് ലൂക്കോസ്. വെറും ആമേൻ ലൂക്കോസ് അല്ല, ഒരു ഡോക്ടറേറ്റ് നേടിയതായ ഒരു മനുഷ്യൻ തന്നെയാണ്. തന്നല്ല, എഴുത്തുകാരനായിരുന്നു. പണ്ഡിതനായ ഈ മനുഷ്യൻ സുവിശേഷ നിമിത്തം സകലതും വിട്ട് ഹല്ലേലൂയ യേശുക്രിസ്തുവിന് വേണ്ടി പോരാടുവാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ തന്റെ ജ്ഞാനത്താൽ താൻ ചിന്തിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിനെ കുറിച്ച് നന്നായി ഒന്ന് പഠിച്ച് തന്നെ കുറിച്ചുള്ള കാര്യം എഴുതി ക്രമീകരിച്ചേ മതിയാകൂ എന്ന് ആമേൻ ലൂക്കോസ് ക്രമീകരിക്കാൻ ചിന്തിക്കാൻ തുടങ്ങി. Praise the Lord. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ റോമൻ ജയിലില് ആമേൻ അടയ്ക്കപ്പെട്ടതും വരെ ആമേൻ ഈ ലൂക്കോസ് തന്നോട് കൂടെ സഞ്ചരിപ്പാൻ തുടങ്ങി. പൗലോസ് പോകുന്ന ഇടങ്ങളിലെല്ലാം ആമേൻ ഈ ലൂക്കോസും തന്നെ അനുഗമിച്ചതായിട്ടാണ് കാണുന്നത്. താൻ എഴുത്തുകാരനായതുകൊണ്ട് ആമേൻ 2 പുസ്തകം തയ്യാറാക്കി ആമേൻ ഹല്ലേലൂയ എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കണമേ, 14 ലേഖനങ്ങൾ പൗലോസ് എഴുതി വെച്ചിരിക്കുമ്പോൾ ആമേൻ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി എന്നതായ പുസ്തകം വെച്ച് നോക്കുന്നുണ്ട് പൗലോസിന്റെ ലേഖനം ഇത്രയില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. Praise the Lord. Praise the Lord. ആമേൻ. ലൂക്കോസ് എഴുതി യേശുക്രിസ്തു ഒരു മനുഷ്യപുത്രനാണ്. Praise the Lord. Hallelujah. ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യപുത്രനാണ്. കാരണം എന്താണെന്ന് അറിയാമോ? പോകുന്നിടത്തെല്ലാം തിന്നുകയും കുടിക്കുകയും കൂടെ വരികയും ആമേൻ കഷ്ടം കാണുമ്പോൾ ആമേൻ വേദന കാണുമ്പോൾ കണ്ണുനീര് തൂകുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ താൻ കണ്ടിട്ടില്ല യേശുക്രിസ്തുവിനെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയുള്ള വ്യക്തിയാണ് ഇത് സുരക്ഷയെന്ന് കണ്ടിട്ടില്ല. ആമേൻ. താൻ അന്ത്യോക്യക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. കർത്താവിനെ കുറിച്ച് പഠിച്ച് എഴുതിയതായ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യപുത്രനായി ആമേൻ ലൂക്കോസ് ക്രമീകരിക്കാൻ തുടങ്ങിയവിടെയായി. അടുത്തത് നമുക്ക് നോക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. യോഹന്നാൻ. യേശുക്രിസ്തുവിന്റെ ആമേൻ സ്തോത്രം ഒരു ബന്ധു കൂടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച, യേശുക്രിസ്തുവിനെ ആദരിപ്പാൻ തങ്ങൾ അപ്പനോടുകൂടെ ശബദി എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനോട് ചേർന്ന് ഈ യോഹന്നാനും തന്റെ സഹോദരനായ യാക്കോബും കൂടെ
പിടിക്കുവാൻ തക്കവണ്ണം പോയി വന്ന് വല നന്നാക്കിക്കൊണ്ട് ബോട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വള്ളത്തിലിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ യേശു ഗലീല കടൽ തീരത്തൂടെ തന്റെ ആദ്യത്തെ കന്നിപ്രസംഗം കഴിഞ്ഞ് ആമേൻ കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇവരെ സന്ദർശിക്കുകയും ഇവരെ വിളിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പന്റെയും വേലക്കാരുടെയും കൂടെയുള്ള തൊഴിലാളികളുടെയും കയ്യില് വലയും വള്ളവും ഏൽപ്പിച്ചിട്ട് യാക്കോബും യോഹന്നാനും ആമേൻ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയില് ഈ 4 പേരെയും അവൻ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്നൊരു ചിന്താ വിഷയം ഉണ്ടാകണം. അവൻ യേശുവിന്റെ വിളി കേട്ട് യേശുവിനോട് കൂടെ നടക്കുവാൻ പോകുവാൻ കഷ്ടം നഷ്ടം ആപത്ത് വാള് എന്തു വന്നാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പുറകെ പോകാൻ അവർ തയ്യാറായെങ്കിൽ ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചാരത്തും ദൂരത്തുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന്റെ ശബ്ദം ഇന്ന് രാത്രിയിൽ കേൾക്കുന്നത് കൊണ്ട് ഒരു മാനസാന്തരത്തിന് നിങ്ങളുടെ ഹൃദയം കൊടുക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക. യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചുകൊണ്ട് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ സഞ്ചരിപ്പാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പ്രസംഗം കേട്ട് അതിന് മാർക്കറ്റ് മാറുവാനല്ല, പിന്നെയോ പ്രസംഗം കേട്ട് കർത്താവിനെ അംഗീകരിപ്പാൻ തയ്യാറാകുന്ന പ്രവണതയാണ് ഒരു നല്ല ഹൃദയത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കടന്നു വന്ന പ്രിയമുള്ളവരെ ഓർത്ത് ആമേൻ ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഇവർ 4 പേരും ആമേൻ പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ ഓരോ ഏടുകളും നോക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ആരെ കുറിച്ചാണ് നിങ്ങളൊന്ന് നോക്കണം. നടക്കുന്ന കാഴ്ച അതിദയനീയമാണ് എന്നൊക്കെ ഓരോരുത്തരും വിളിച്ചു പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മളുടെ ഞാനൊരു പുസ്തകം മാത്രമല്ല തന്നെ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞതായ കുറ്റാരോപണം ചെയ്തിട്ട് തന്നെ കോടതി വിധിച്ച് ആമേൻ ഹല്ലേലൂയ രാജാവും അന്നത്തെ പടയാളികളും ആമേൻ ഇവനെ പത്മോസിലേക്ക് നാട് കടത്തുന്നുണ്ട്, പത്മോസിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്തിനാണ് പത്മോസിലേക്ക് പറഞ്ഞു വിടുന്നത്? പത്മോസ് എന്ന് പറയുന്നതായ ഒരു ചെറിയ ഒരു ദ്വീപാണ്. ആ ദ്വീപില് പാറക്കെട്ടുകൾ, പാറയാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് കുറ്റവാളികൾ, നല്ല ആരോഗ്യമുള്ള കുറ്റവാളികളുണ്ട്, നല്ല യുണക്കുട്ടന്മാരായിട്ടുള്ള പ്രിയമുള്ളവരുണ്ട്, അത് ആണും പെണ്ണും ഒക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. ഇവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന ഇടമാണ്. എന്തിന്? അവിടെ പാറ ഖനനം ചെയ്ത് സ്തോത്രം റോമ സാമ്രാജ്യത്തിന് പണം ഉണ്ടാക്കുവാൻ, അവർക്ക് നന്മ ഉണ്ടാക്കുവാൻ, അവരുടെ ഖജനാവിൽ പണം വരുവാൻ ഈ കുറ്റവാളികൾക്ക് വെറുതെ ആഹാരം കൊടുക്കുകയല്ല, അവരെ കൊണ്ട് പാടുപെട്ട ജോലി ചെയ്യിക്കുന്ന ഒരു അനുഭവമാണ്. നമുക്കറിയാമല്ലോ വിശുദ്ധ വേദപുസ്തകത്തില് ഇസ്രായേൽ സ്തോത്രം അബ്രഹാമിന്റെ സന്തതി ഒറ്റ യാഗത്തില് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ഒരു അരുളപ്പാടവനുണ്ടായി. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം ആമേൻ പാർത്ത് പിന്നത്തേതിൽ അടിമകളായി അവരെ സേവിക്കും. സമയമാകുമ്പോൾ ഞാൻ അവരെ വീണ്ടെടുത്ത് മടക്കി വരുത്ത് ഈ സ്വന്തം ദേശത്തേക്ക് മടക്കി വരുത്തും. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. ചിലർ പറയാറുണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്വതം 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 പക്ഷിയെ പിളരാത്തത് കൊണ്ടാണ് അബ്രഹാമിന് ശിക്ഷ കിട്ടിയെന്ന്. അല്ല, സ്തോത്രം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് പക്ഷിയെ പിളർക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. യാഗത്തിൽ പക്ഷിയെ പിളർക്കരുത്. യാഗത്തിൽ പക്ഷിയെ പിളർക്കാതെ അതിന്റെ പിടല് പിരിച്ചടിച്ച് രക്തം പിഴിഞ്ഞെടുക്കണമെന്ന വേദപുസ്തകം നമ്മെ അവിടെ പഠിപ്പിക്കുന്നത്. അത് വിടരുകയല്ല. എന്തിനാണ് പിന്നെ സ്തോത്രം? ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. നീ സ്വന്തമല്ലാത്ത ദേശത്ത് അല്പകാലം കഴിഞ്ഞേ പറ്റൂ ഈ ലോകം അറിയുവാൻ. ഞാൻ നിന്റെ സന്തതിയെ മരുഭൂമിയിൽ കൂടെ കടത്തി വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് ഞാൻ മടക്കി വരുത്തുന്ന
ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അല്പം വിശ്രമിക്ക്. ആമേൻ. ചാരം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അബ്രഹാം സാറാമ്മച്ചിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് വിളിച്ചു പറയുകയാണ്, സാറായേ ഒരു കാര്യം ചെയ്യ്, 3 ഇടങ്ങഴി മാവെടുത്ത് ആമേൻ നല്ലൊരു അടയുണ്ടാക്കി അപ്പമുണ്ടാക്കി വേഗം തയ്യാറാക്ക്. എന്നിട്ട് ഓടുകയ, തൊഴുത്തിലേക്ക് ഓടുകയ. അവിടെ തൊഴുത്തൊന്നും അല്ല, ഇഷ്ടംപോലെ കന്നാലിയുണ്ട്, ആവശ്യത്തിന് അപ്പുറമുണ്ട്. വേലക്കാരോട് പറയുക, തടിച്ചതും കൊഴുത്തതുമായ ഒരു നല്ല മൊരിക്കുട്ടനെ പിടിച്ച് ആമേൻ റെഡിയാക്കി കറിയാക്കി വേഗം കൊണ്ടുപോവാ. പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആമേൻ ഹല്ലേലൂയ ഇത് 3 ഇത് 2 തയ്യാറായി വന്നു. അബ്രഹാം ഭവ്യതയോടുകൂടെ ആമേൻ ഓരോ ഇടങ്ങഴി മാവിന്റെ അപ്പവും പ്രൈസ് ദി ലോർഡ് അതിന്റെ കറിയുമായി ഈ മൂവർ സംഘത്തിന്റെ അടുക്കൽ ചെന്ന് അവരെ വാദം കഴിയും, അവരെ ആമേൻ ശുശ്രൂഷിക്കുന്ന കാഴ്ച, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. ദൈവമാർക്കും കടക്കാരനായിരിക്കുകയില്ല. നീ ഏതിനാൽ വിതയ്ക്കുന്നുവോ, നീ എങ്ങനെ വിതയ്ക്കുന്നുവോ, നീ എങ്ങനെ ആമേൻ സ്തോത്രം സ്തോത്രം നീ അളവ് കൊടുക്കുന്നുവോ അതേ അളവില് നിനക്ക് മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി ഭക്ഷണമില്ലാത്ത അനുഭവത്തിൽ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആമേൻ ആളൊന്നിന് ഇടങ്ങഴി മഞ്ഞ വീതം തമ്പുരാൻ ഉയരത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ തുടങ്ങി. അത് ആമേൻ അന്ന് തുടങ്ങിയത് കനാനിൽ ചെന്ന് അവിടുത്തെ ആമേൻ വിളവെടുത്ത് ഭക്ഷിക്കുന്ന ആ ദിവസം വരെ സ്തോത്രം അത് നിന്നു പോയില്ല. അതിലെ ആമേൻ ദിനംതോറും കൊടുത്തുകൊണ്ടേ അങ്ങനെ സ്നേഹിക്കുന്ന മറക്കാത്ത ഒരു ദൈവം. ആമേൻ. ഈ നാളുകളിൽ നമുക്ക് ഭക്ഷണത്തിന് ആമേ വല്ല പഞ്ഞുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലേ? സ്തോത്രം. ഭക്ഷണത്തിന് പഞ്ഞൊന്നുമില്ല, അല്ലയോ? സ്തോത്രം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആമേൻ, അവർക്ക് സ്വർഗരാജ്യമുണ്ടെന്ന്. അപ്പൊ ഒരു ദാരിദ്ര്യം അവിടെ ഉണ്ടല്ലേ? ഇവിടെ ദാരിദ്ര്യമൊന്നുമില്ല. സ്തോത്രം. ദാരിദ്ര്യം ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം. നിങ്ങൾ തന്നെ സമ്മതിക്കണം. സ്തോത്രം. നിങ്ങളൊക്കെ ഉള്ളവരെ ഇതൊന്നും ഇസ്രായേൽ ക്യാമ്പിൽ ഇല്ലായിരുന്നു. പരസ്പരം ആർക്കും തള്ളിയില്ല, ആർക്കും വിരോധവുമില്ല. ആദ്യം കിട്ടിയ അന്ന് ഒരു വാരിക്കൂട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ വാരിക്കൂട്ടി. പക്ഷേ ആമേൻ ഇടങ്ങഴിക്കപ്പുറം ആരുടെയെങ്കിലും വീട്ടിൽ അധികം ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റത്തേതിലത് നിർമ്മിച്ചു പോകുന്ന ഒരു സാധനമായി മാറുമ്പോൾ തമ്പുരാന്റെ കണക്കുകൂട്ട തെറ്റത്തില്ല. നിനക്ക് ഒരിടങ്ങഴിയെങ്കില് അത് ഒരു ദിവസത്തേക്കും മതിയാകും. അതുകൊണ്ട് ആ ആക്രാന്തം അവരുടെ നിന്നു അവർ ശാന്തമായി അവരവർക്കുള്ളത് പറക്കി കൂട്ടുവാൻ തുടങ്ങി. മതി. മടങ്ങി വരാം. പ്രിയമുള്ളവരെ, വചനം ആമേൻ അത് അതിൻ്റെതായ നിലയില് നാം ഭക്ഷിച്ചാൽ എന്ന് നിലനിൽക്കും. ആവശ്യമില്ലാതെ ഈ വചനം ആമേൻ ചിന്തിച്ചാൽ അതിനെ കീറിമുറിച്ച് അതിന് 10 പങ്കാക്കിക്കൊണ്ട് ഒന്ന് നോക്കാമെന്ന് വിശകലനം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവസാനം നീ പറയും ദൈവമില്ല എന്ന്. നിരീശ്വരവാദിയുടെ നടുവില് നിന്റെയും പേര് കാണുവാൻ ഇടയാകുന്നത് കൊണ്ട് ആവശ്യമില്ലാത്ത ചിന്താഗതികൾ കൊണ്ട് ആമേൻ ഇതിനെ വല പോലെ വലിച്ചീറാൻ തിരിയരുത്. ആമേൻ. ഹല്ലേലൂയ. ഭവ്യതയോടുകൂടെ വളരെ ഭക്തിയോടുകൂടെ വളരെയേറെ ബഹുമാനത്തോടുകൂടെ ഈ വചനം ഭക്ഷിച്ചാൽ ആമേൻ അത് നിനക്ക് ജീവൻ തരും. Praise the Lord. Praise the Lord. യോഹന്നാൻ ആമേൻ സ്തോത്രം ഒന്ന് തിരിഞ്ഞു നോക്കി ആമേൻ കണ്ട കാഴ്ചയാണ് ഇവിടെ ആമേൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എങ്കിൽ അവന്റെ പിന്നിലെ അധ്യായത്തിൽ കൂടെ അവൻ യോഹന്നാൻ ഒരു കാഴ്ച കാണുവാനിടയായി. സ്തോത്രം. എന്താണ് കർത്താവിന്റെ തനി രൂപം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്ന് വായിച്ചേ. ഇതിലിപ്പോ കുഞ്ഞാടിനെ കുറിച്ച് കണ്ടതാ അമ്മേ യേശു ക്രിസ്തുവിന്റെ ഏഴ് നക്ഷത്രം വലങ്കൈ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് കെട്ടിയും വെള്ളത്തല മൂടി വെണ്മയാം പഞ്ഞി പോ എന്നോട് സംസാരിച്ച നാദം ഞാൻ തിരിഞ്ഞു. 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവില് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയും നോക്കണമേ മനുഷ്യപുത്രനോട് സദൃശനായവൻ. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. പിന്നെ അതിന്റെ വർണ്ണന താഴോട്ടുണ്ട്. ആ കർത്താവിനെ യോഹന്നാൻ കണ്ടപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെയാണ്. ഹല്ലേലൂയ. ഞാൻ ബാംഗ്ലൂരില് ഒരു ദിവസം ആയിരുന്നപ്പോൾ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് എന്നെ ക്ഷണിച്ച ദേവദാസന്റെ അല്ലെങ്കിൽ സഭയുടെ സ്തോത്രം സെക്രട്ടറിയുടെ വീട്ടില് അവിടുന്ന് ഞാൻ തന്റെ കാറിൽ ഇങ്ങോട്ട് വരിക. എന്നാലും ഞാനൊരു കാഴ്ച കാണുവാനിടയായി. പ്രിയമുള്ളവരെ, അത് ദയനീയമായ കാഴ്ചയായിരുന്നു. ആട്ടിറച്ചി കച്ചവടം ചെയ്യുന്ന അവൻ കടയുടെ മുമ്പിൽ കൂടെ എന്റെ കാറിൽ ഓടിച്ചോണ്ടിരുന്നത്. ആ തിരക്ക് മുഖാന്തരം ആ കാറ് പതുക്കെ വന്നപ്പോൾ ഞാൻ ആ കടയിലേക്ക് ഒന്ന് നോക്കി. എന്താണെന്നറിയാമോ? ഞാൻ കണ്ട കാഴ്ച, ആടുകളുടെ തലവെട്ടി മാറ്റിയിട്ട് തൊലി ഒലിച്ച് അതിനെ കെട്ടി തൂക്കി ഇട്ടിരിക്കുക. വാല് മാത്രമുണ്ട്, അതിന്റെ രോമം കത്തിരിച്ചിട്ടില്ല. അതാണെന്ന് അറിയുവാൻ അങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അതിന്റെ അടുക്കൽ തന്നെ കുറ്റിയില് ജീവനുള്ള കുറെ ആടുകളെയും കെട്ടിയിട്ടുണ്ട്. ഇതിന്റെ മണവും ഈ കാഴ്ചയും കണ്ടാണ് ജീവനുള്ള ആടും നിൽക്കുന്നത്. സ്തോത്രം. ഇറച്ചി കച്ചവടക്കാരൻ ഒരു ആടിനെ ഇങ്ങോട്ട് കെട്ടഴിച്ചിട്ട് അറുത്ത് വെട്ടി നുറുക്കി പങ്കിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക. അടുത്ത ആടിനെ തൊലിയൊരിച്ച് അതിന്റെ വേലക്കാർ വേഗത്തിൽ അവിടെ തൂക്കിയിടും. ജീവനുള്ള ആടിനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ട അതീവമായ ഒരു ദുഃഖം എന്റെ ഹൃദയത്തിലുണ്ടായി. അന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് അന്ന് കർത്തൃമേശ ഉണ്ടായിരുന്നു. IPC സഭയുടെ ശുശ്രൂഷ സൺഡേ പ്രയറിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷയ്ക്ക് അന്ന് വചനം ശുശ്രൂഷിപ്പാൻ ഞാൻ എഴുന്നേറ്റപ്പോൾ പ്രിയമുള്ളവരെ ഈ വാക്യമാണ് എടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് പറഞ്ഞ വാക്യം ഇന്ന് വീണ്ടും കരങ്ങളിലെടുത്ത് സംസാരിക്കാനായിട്ട് എടുത്തത്. പ്രിയമുള്ളവരെ നോക്കണമേ, അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരാട് ആർക്ക് വേണ്ടിയാ? ഈ 3-4 പേര് സുവിശേഷം എഴുതിയതും ലോകത്തിന്റെ പാപത്തെ ചുമന്ന് തീർക്കുന്ന ദൈവ കുഞ്ഞാടെന്ന് യോഹന്നാൻ ശ്രാവകൻ വിളിച്ചു പറഞ്ഞ അതേ കുഞ്ഞാടിന്റെ മഹത്തരമായ അനുഭവത്തെയാണ് ഈ 4 പേരും കൂടെ രേഖപ്പെടുത്തിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു പാട്ടിന്റെ വണ്ടി ഇങ്ങനെ പാടിയല്ലോ. സ്തോത്രം. പൊൻവിളക്കേഴും നീ പൊൻകച്ച കെട്ടിയും വെള്ളത്തല മൂടി വെണ്മയാം പഞ്ഞി പോൽ വെള്ളോട്ടുല കണ്ണിൽ വെന്ത പോൽ
പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. 3 10 സ്നാനം 3:30 വേല, 3 10 സ്നാനം 3:30 വേല, ഇങ്ങനെ ഭൂതല സഞ്ചരിച്ചു നാഥൻ. 3 10 സ്നാനം 3:30 വേല, ഇങ്ങനെ ഭൂതല സഞ്ചരിച്ചു നാഥൻ. കോര പാരിൽ പലവിധ വേലകൾ ചെയ്തുവൻ, ഘോര പിശാചിൻ തലയെ തകർത്തവൻ. പാരിൽ പലവിധ വേലകൾ ചെയ്തുവൻ, ഘോര പിശാചിൻ തലയെ തകർത്തവൻ. പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. എന്തിനാ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുരുഷനെ കണ്ടു. സ്തോത്രം. അത്യന്തേജോമയനായ ആ പുരുഷനെ കണ്ട വർണ്ണന നാം വായിച്ചു. ആമേൻ. അടുത്ത അങ്ങനെയല്ല യോഹന്നാനെ, ഈ തേജോമയനായവൻ, ആമേൻ, സൂര്യകാന്തത്തിന് തുല്യമായവൻ, 1000 സൂര്യന്മാരെക്കാൾ തേജോമയനായവൻ, ഒരു കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെടേണ്ടതിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കാഴ്ചയാണ് അറുക്കപ്പെട്ട കുഞ്ഞാടായി യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുത്തത്. Praise the Lord. Praise the Lord. Hallelujah. അതിമനുഷ്യനാം ആദാമിൽ നിന്നല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നത്. ആദിമനുഷ്യനാം ആദാമിൽ നിന്നല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നത്. ഏവർക്കും പാപപരിഹാരത്തിനായി സ്വർഗമാകി മകൾ വെണ്ടകത്തിൽ വന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. ഹല്ലേലൂയ. ആ പുരുഷനെ ഇന്ന് രാത്രിയില് ദർശിക്കുവാൻ മനസ്സുള്ള ഹൃദയ കണ്ണുള്ളവരെ, ഈ വചനത്തിന്റെ മുമ്പില് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ നിത്യനായ മരണമില്ലാത്ത തേജോമയനായ സൂര്യനായ അവൻ എല്ലാത്തിനും എല്ലാമായ തന്റെ ചങ്കി പുലർന്ന് ഭാവികളായ മാനവർഗത്തെ വീണ്ടെടുക്കുവാൻ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവ കുഞ്ഞാണ്. Praise the Lord. പിന്നെ പറയുകയാണ്, ആമേൻ, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അതിൽ കൂടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. നമ്മുടെ പെസഹ കുഞ്ഞാട്, ആമേൻ, ആദ്യം ഒരു വ്യക്തിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഓ, Praise the Lord. ആർക്ക് വേണ്ടി? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, 75-ാമത്തെ വയസ്സില് വാഗ്ദത്തം കൊടുത്ത് വിളിച്ച് വേർതിരിച്ച അബ്രഹാം, സ്തോത്രം, ഇന്നത്തെ ഇറാഖിൽ നിന്ന്, ആമേൻ, ഹല്ലേലൂയ, വിളിച്ച് വേർതിരിച്ച്, ആമേൻ, ഹല്ലേലൂയ, കടന്നു വരുന്നതായ അബ്രഹാം, സ്തോത്രം, തന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്ത് 100-ാമത്തെ വയസ്സാകുന്നുണ്ട്. ആമേൻ, തനിക്കൊരു മകനെ കൊടുത്തെങ്കിൽ ആ മകന്റെ, ആമേൻ, നല്ല കൊച്ചുപ്രായത്തില് യാഗമായി ദൈവത്തിന് കൊടുക്കണമെന്ന് പോലും ഹോമയാഗമായി ഏതൊരപ്പനത് അംഗീകരിക്കും? ഏതൊരമ്മയത് അംഗീകരിക്കും? ആമേൻ, അമ്മയറിയാതെ അപ്പൻ മകനെ പിടിച്ച് വേലക്കാരെയും കൂട്ടി വിറകും കത്തിയും തീയും ഒക്കെയായിട്ട് യാത്ര ചെയ്യുന്ന കാഴ്ച വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മറിയാമിനെ കയറും
കരുതിക്കൊള്ളും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ മനസ്സോട് നീ നിന്നെ തന്നെ യാഗമാക്കി കൊടുക്കുന്നു എങ്കില്, നിന്റെ മുതല് ദൈവത്തിന് വേണ്ടി നീ അർപ്പിക്കുന്നു എങ്കില് കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രതിഫലം നൽകി നിന്നെ മാനിക്കാതിരിക്കയില്ല. സ്തോത്രം. ആ അബ്രഹാമിന് അവസാന നിമിഷം യാഗപീഠം ഉണ്ടാക്കുന്നു, വിറക് നിരത്തുന്നു, എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ മകനെ പിടിച്ച് ബന്ധിച്ച് വിറകിന് മുകളിൽ വെക്കുന്ന ഒരു അനുഭവം കാണുന്നുണ്ട്. ഏത് മകൻ അത് അംഗീകരിച്ചു കൊടുക്കും? ഏത് മകൻ അത് അംഗീകരിച്ചു കൊടുക്കും? അപ്പ വയസ്സാം കാലത്ത് വേറെ പണിയില്ലേ, വേറെ ആടിനെ കൊണ്ടുവന്നാ പോരായിരുന്നു എന്ന് പറഞ്ഞ് അപ്പന്റെ കൈ തട്ടിയിട്ട് അമ്മയെ ഇറങ്ങി ഓടാമായിരുന്നു. പക്ഷേ അനുസരണമുള്ള ഒരു മകനെ നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ ഇസഹാക്ക് ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നതുകൊണ്ട് എന്നെ അയച്ചാലും നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു എന്ന വ്യക്തിക്ക് നിഴലായി ആമേൻ ഹല്ലേലൂയ ആ മകൻ അവിടെ മാറുകയാണ് ചെയ്തത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുന്ന അപ്പനെയും മകനെയും ആമേൻ കണ്ടിട്ട് അക്ഷരാർത്ഥത്തിൽ സ്വർഗം ഞെട്ടിക്കാണും എന്ന് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് തെറ്റില്ല എന്ന് ഞാൻ ചിന്തിക്കുക. ഹല്ലേലൂയ. ആ അപ്പനോട് ആമേൻ ഒരു അശരീരിയിൽ കൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ആമേൻ നിന്റെ മകന്റെ മേൽ കത്തി വെക്കരുത്, അവനെ നീ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. ആമേൻ യാഗം തടസ്സമാകുമല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച തനിക്ക് വേണ്ടി ഒരാട്ടുകൊറ്റൻ കൊമ്പ് കുരുങ്ങി കാട്ടിൽ കിടക്കുന്ന കാഴ്ച കണ്ടു എങ്കിൽ ഇന്ന് രാത്രി ചിന്തിച്ചോ, കരുതുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാടായി, ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞാടായി ആ മലയുടെ മുകളില് കടന്നു വന്നു എങ്കിൽ നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് സ്ഥാനത്തായിരുന്നാലും, അത് വെള്ളത്തിലായിക്കൊള്ളട്ടെ, തീരായിക്കൊള്ളട്ടെ, അന്തരീക്ഷത്തിലായിക്കൊള്ളട്ടെ, ഏത് രോഗത്തിന്റെ പിടിയിലായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, നിന്റെ അടുക്കൽ വന്ന് നിനക്ക് ആശ്വാസം തരുന്ന ഒരു ദൈവം, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം. ആമേൻ. സിംഹഗുഹയിൽ നിന്ന് വിടുവിപ്പാൻ ആമേൻ ശക്തനായവൻ, തീയുടെ ആമേൻ അനുഭവത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായവൻ, മരണക്കെട്ടിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കർത്താവിനെ ഒന്ന് സ്വീകരിപ്പാൻ മനസ്സുണ്ടോ? നോക്കുക പ്രിയമുള്ളവരെ, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാണ്, ഇനി ഒരു കുടുംബത്തിന് വേണ്ടി, അതും ആമേ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല കുടുംബത്തിന് വേണ്ടിയും ആമേ സ്തോത്രം മരിപ്പാൻ തയ്യാറായ ആമേ കുഞ്ഞാടുണ്ട്. എന്താ ആമേ സ്തോത്രം? ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുവാൻ ആമേ സ്തോത്രം 10 ബാധകൾ ആമേൻ 9 ബാധകൾ അയച്ചിട്ട് നടക്കാതെ വരുമ്പോൾ മോശയോട് പറയാ, മോശേ നീ ഇവിടെ നിൽക്ക്, പ്രൈസ് ദി ലോർഡ്, നീ നിൽക്ക്, 10ാമത്തത് ഞാൻ പ്രയോഗിക്കാം. ആമേൻ 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 ഹല്ലേലൂയ. 10ാമത്തെ ബാധ ഞാൻ പ്രയോഗിച്ചു കൊള്ളാം. ആമേൻ ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്താൽ മതി. ആമേൻ. ഓരോ വീടിനും ഓരോ കുഞ്ഞാട് വീതം, ഇത്ര വയസ്സ് പ്രായമുള്ള ഒരേ ആടിന്റെ വീതം എടുത്തുകൊള്ളണം. ഒരു വയസ്സല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുഞ്ഞാടിനെ എടുത്തിട്ട് ആമേൻ അതിനെ ചില ദിവസത്തേക്ക് പ്രത്യേകം മാറ്റി നിർത്തി ഈ മാസം 15-ാം തീയതി ആമേൻ അതിനെ അറുക്കുന്ന തീയതി നിശ്ചയിച്ചു കൊടുത്തു. അന്ന് ആമേൻ ഘോരമായ ഒരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അക്കൂട്ടത്തില് നീ ഒരു കാര്യം ചെയ്യണം മോശേ, കുഞ്ഞാടിനെ ഇറക്കുമ്പോൾ ആ വീട്ടുകാരോട് പറയണം, ഒരു പാത്രത്തില് അതിന്റെ രക്തം കുറെ എടുത്തിട്ട് അവയെ ഈ സോപ്പ് കൊണ്ടുകൊണ്ട് അത് മുക്കി അവയെ കട്ടളക്കാൽ രണ്ടിന്മേലും, ആദ്യം പറഞ്ഞത് കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും ഈ രക്തം പുരട്ടണമെന്ന. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ആമേൻ. കുറുമ്പടി മേലും ഇവിടെ കുറുമ്പടി ഒന്നേ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറുമ്പടി ഒന്ന് മതി, നീന്ത മാറും.
Praise the Lord. നീ ഒരു കുടുംബമായി. ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയ ഇനി ഒന്ന് കഴിഞ്ഞിട്ട് എത്ര മക്കളും ആകാം. പഴയ കാലങ്ങളിൽ ഇഷ്ടംപോലെ 10, 12, 14 മക്കളുള്ള കാലം ഉണ്ടായിരുന്നു. ആമേൻ. ഇന്ന് അത് വേറെ ഒന്ന് മാറി ഇപ്പോ 1, 2 നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോട്ടെ അതല്ല. ആമേൻ. അതുകൊണ്ടാണ് ഇത് വരാൻ പോകുന്ന കാഴ്ച കണ്ടിട്ടാണ് തമ്പുരാൻ മുൻനിർണയിച്ച് പറഞ്ഞത് കുറുമ്പടി മേലും ആമേൻ ഒറ്റ കുറുമ്പടി. ആ ഒറ്റ കുറുമ്പടി ഇല്ലാതെ ഒരു കട്ടള പൂർത്തിയാകും. പ്രൈസ് ദി ലോർഡ്. ആ കുറുമ്പടി മേലും പിന്നെന്താ പറഞ്ഞേ? കട്ടളക്കാൽ 2 എന്നാ പറഞ്ഞത്. അവിടെ നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കട്ടളക്കാൽ എന്ന് പറഞ്ഞില്ല. കട്ടളക്കാൽ ഓർമ്മത്തിൽ മതി അല്ലേ? ആമേൻ. തമ്പുരാന് തെറ്റുപറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബം ആണെങ്കിൽ അപ്പൻ, അമ്മ, കുറുമ്പടി, സന്തതി. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയ്ക്കും രക്ഷയ്ക്ക് കാരണമായത് ഈ കുഞ്ഞാടിന്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. തങ്ങൾക്കുണ്ടായതായ സന്തതിക്കും ആമേൻ ഈ രക്തം രക്ഷയ്ക്ക് ആവശ്യമാകുകയാണ്. കുറുമ്പടിമേലും കട്ടളക്കാൽ 2 ഈ കുഞ്ഞാടിന്റെ രക്തം പുരട്ടി സംഹാരകൻ തൊടാതിരിപ്പാൻ, സംഹാരകൻ മാറിപ്പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ സംരക്ഷണ വലയമായി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ രക്തം ഇന്ന് നമ്മുടെ നെറ്റിമേലും വിശ്വാസത്താൽ ആമേൻ ഉണ്ട് എന്ന് നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവർ അല്ലേ? ആമേൻ. സ്തോത്രം. 1000 ആമേൻ. സ്തോത്രം. സ്ത്രീ പുരുഷന്മാർ തുള്ളിച്ചാടി ചെങ്കടലിന്റെ തീരത്തേക്ക് വന്ന് ആമേൻ ഹല്ലേലൂയ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വിളിച്ചു പറയുക, ആമേൻ നീ എന്തിനാ മോശേ കരയുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ട്. ആമേൻ. അവിടെ നിനക്ക് അത്ഭുതം കാണാം. ഇന്ന് നീ കണ്ടതായ മിസ്രൈമിലെ ഇനി ഒരു നാളിലും കാണത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിസ്രൈമിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ സകല കഥയും കഴിച്ച ആമേൻ ഇസ്രായേലിന്റെ പരിപാലകൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി പുതുവഴി തുറന്ന് അക്കരെ കടത്തുമാറാക്കിയ യഹോവയാം ദൈവത്തെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ ചെങ്കടൽ ആമേൻ കടന്നു വന്നവർക്കാണ് മന്ന കൊടുത്ത് പോഷിപ്പിക്കാൻ തുടങ്ങിയത്. ആമേൻ. അത് സ്നാനത്തിന് ഒരു മുൻകുറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ യേശുവാകുന്ന മന്ന ഭക്ഷിപ്പാൻ നിനക്ക് വേണമോ? ചെങ്കടൽ കൂടെ കടന്ന ഇസ്രായേലിനെ പോലെ നീ സ്നാനത്തിൽ കൂടെ യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് ആമേൻ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി നീ എഴുന്നേറ്റേ മതിയാകൂ. അങ്ങനെയെങ്കിൽ നിനക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി മന്നയായി വരും. അപ്പവീഞ്ഞായി നിന്റെ അടുക്കൽ വരും. ആമേൻ. 2 ഭാഗങ്ങളും അങ്ങനെ അവിടെ ആമേൻ തിരിക്കാൻ. മൂന്നാമത്തെ ആമേൻ കുഞ്ഞാട്. 3 കുഞ്ഞാടിന്റെ കാര്യമാണ് പറഞ്ഞത്. 1 ഒരു വ്യക്തിക്ക് വേണ്ടി, 2 ഒരു കുടുംബത്തിന് വേണ്ടി, 3-ാമത്തെ കുഞ്ഞാട് സർവ്വലോകത്തിനും വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അത് പഴയ നിയമത്തിലല്ല തെളിഞ്ഞു വന്നത്. അത് പഴയ നിയമത്തിലല്ല കാണാൻ കഴിയുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഈ 4 പേർ എഴുതിയതായ സുവിശേഷത്തിന്റെ പരിയാപ്തി കുറിക്കുന്നത് ഒരു യാഗത്തിൽ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന് അർത്ഥമുണ്ട്. ആമേൻ ഹല്ലേലൂയ. വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ ആമേൻ സുമുഖമായവൻ അറുക്കപ്പെടുകയാ. സ്തോത്രം. ദാസനായവൻ അറുക്കപ്പെടുകയോ. സ്തോത്രം. മനുഷ്യപുത്രനായവൻ അറുക്കപ്പെടുകയോ. യോഹന്നാൻ ദർശിച്ചത് ആമേൻ യേശു കർത്താവിന്റെ ദൈവികത്വത്തെയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ കാഴ്ചയൊക്കെ കണ്ട യോഹന്നാൻ ആമേൻ മുമ്പേ ഞാൻ പറഞ്ഞു തീർത്തില്ലല്ലോ. ആമേൻ പത്മോസ് ദ്വീപിൽ തള്ളപ്പെട്ടത്.
ആമേൻ പത്മോസ് ദ്വീപിൽ ആമേൻ കിടക്കുമ്പോൾ എല്ലാവരും പാറപ്പടികളും ആമേൻ അഹോരാത്രം ആമേൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാന് ആമേൻ അല്പം വിശ്രമം കിട്ടുന്നത് അതിൽ വേറൊരു സംഗതി ഉണ്ടായി. അവിടുത്തെ രാജാവിന്റെ ആമേൻ കൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥന്റെ മകനും അപ്പോസ്തലനായ ഈ യോഹന്നാന്റെ സഭയിലെ ഒരു വിശ്വാസി കുടുംബത്തിലെ ഒരു പെണ്ണും തമ്മിൽ വിവാഹിതരായതുകൊണ്ട് അവരുടെ ഹണിമൂൺ നടത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ അവളാണ് പറഞ്ഞത്, നമുക്ക് പത്മോസ് ദ്വീപിലേക്ക് ഒന്ന് പോകാം, ആ ജയിലറയിലേക്ക് ഒന്ന് പോയി. ജയിൽ സന്ദർശിക്കുന്ന വേറെ ഇവിടെ ഇല്ലേ? അന്നും തുടങ്ങിയതാ, നമുക്ക് പത്മോസ് ദ്വീപിലേക്ക് പോകാം. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഉപദേശി അവിടെ ഉണ്ട്. ഈ യോഹന്നാൻ ഉപദേശിയായിട്ടിരുന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ആ ഉപദേശിയപ്പനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടേക്ക് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളും എഴുതിയെടുക്കുവാൻ പേനയും പേപ്പറുമായിട്ട് ബുക്കുകളുമായിട്ട് അവിടെ കടന്നു പോയപ്പോൾ യോഹന്നാനെ കാണുകയും യോഹന്നാന്റെ സന്തോഷ വർത്തമാനമൊക്കെ അറിഞ്ഞ് ആ ജയിലധികാരികളോട് കാര്യം പറഞ്ഞു. ഈ മനുഷ്യൻ കൊലപാതകിയല്ല, വട്ടാവല്ല, പിടിച്ചുപറിക്കാരനല്ല, മറ്റാവാസത്തരങ്ങൾ ഒന്നും തന്നിലില്ല. തന്നിലുള്ള കുറ്റം ചുമത്തിയത് തങ്ങളുടേതായിരിക്കുന്ന യഹൂദന്മാരുടെ രക്ഷയ്ക്കായി കടന്നു വന്ന നസറേത്തുകാരൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് മാത്രമാ ഇവിടേക്ക് തള്ളപ്പെടുവാൻ കാരണമായി തീർന്നത്. അവന് സ്വസ്ഥത കൊടുക്കണം, സംരക്ഷണം കൊടുക്കണം എന്നുള്ളതായ വർത്തമാനം അവിടെ ചെന്നപ്പോൾ അതിന്റെ അധികാരികള് പ്രത്യേക പരിരക്ഷണം യോഹന്നാന് കൊടുത്തു. അങ്ങനെയുള്ളതായ ഒരവസരം തനിക്ക് കിട്ടിയപ്പോൾ കർത്തൃദിവസത്തിന്റെ പകൽക്കാലം രാവിലെ സമയം അവൻ ദിവ്യ ദർശനത്തിലാകുന്നുണ്ട്. നിങ്ങൾ പഴയ വേദപുസ്തകം നിങ്ങൾ ഈ മലയാള നമ്പറുള്ള 1, 2, 3 എന്നൊക്കെയുള്ള മലയാള നമ്പറുള്ള പഴയ ബൈബിളുണ്ട്. ആ ബൈബിള് എവിടെ നിങ്ങൾ കിട്ടുന്നെങ്കിൽ ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കണം. അന്ന് നോക്കണം. അതിനകത്ത് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പറയുന്നത് 2 ഭാഗമായി തിരിച്ചിരിക്കുന്നതാണ്. 1-ാം ഭാഗമെന്നും 2-ാം ഭാഗമെന്നും. ആദ്യത്തെ ഇവരുടെ സന്ദർശനത്തിന് ഈ ബുക്കും പേനയും ഒക്കെ കൊടുത്തിട്ട് മഷിയൊക്കെ കൊടുത്തിട്ട് ഇവർ പോന്നു, കുറെ എഴുതി. 2-ാം വട്ടം വീണ്ടും ഇവർ 2 പേരും കൂടെ പത്മോസ് ദ്വീപില് കടന്നു പോവുകയും ഈ പറഞ്ഞതുപോലെ ആവശ്യമുള്ളതായ പേപ്പറും ആവശ്യമുള്ളതായ മഷിയും പേനയും ഒക്കെ കൊടുത്ത് നല്ല മടങ്ങി പോന്നു. ആദ്യത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം ഇവർ വാങ്ങിക്കൊണ്ടുവന്ന് സഭയിൽ കൊടുക്കാനിടയായി. രണ്ടാമത്തെ പ്രാവശ്യം യോഹന്നാൻ വിടുവിക്കപ്പെട്ടപ്പോൾ താൻ അവിടെ വെച്ചെഴുതിയത് മുഴുവനും കൊണ്ടുവന്ന് ഇവിടെ പുസ്തകമാക്കി എന്നാണ് ചരിത്രം കാണിക്കുന്നത്. ഞാനൊന്നുകൂടെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഒരു തടവുകാരനെ കൊണ്ടുപോകുന്നതിന് ആവശ്യമുള്ളതായ പേപ്പറും പേനായും മഷിയും ഒക്കെ എടുത്തോണ്ടേ യോഹന്നാനെ എന്ന് അന്നത്തെ അധികാരികൾ ആരും പറഞ്ഞു കാണത്തില്ല. ഇത് ഇവരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടിയെന്നാണ് ചരിത്രം പറയുന്നത്. അതെങ്ങനെയാകട്ടെ, വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം, ഇല്ല എങ്കിൽ തള്ളിക്കളയാം, എങ്ങനെയോ ആകട്ടെ. എന്നാൽ യോഹന്നാൻ കണ്ടതായ ഈ കാഴ്ച, ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുവാൻ സംഗതി എന്തെന്ന് നോക്കിയപ്പോൾ പറയുകയാണ്, അത് കഴിഞ്ഞ് ആദ്യത്തെ ഭാഗത്തൂടെ നാം വായിച്ചല്ലോ, യേശു കർത്താവിന്റെ രൂപവർണ്ണന. ആ രൂപവർണ്ണന നേരിൽ കണ്ടതായ ദിവ്യദർശനത്തിലാണ് ആ കണ്ടതായ യോഹന്നാന് ദാസന് യേശുവിനെ കാണാൻ കഴിയുന്നില്ല, രാജാവെന്ന് യേശുവിനെ കാണാൻ കഴിയുന്നില്ല, മനുഷ്യനെന്ന് യേശുവിനെ കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. ആദ്യത്തെ 3 സുവിശേഷവും സമവീക്ഷണ സ്വഭാവമുള്ളതായ സുവിശേഷം ഈ എന്തുകൊണ്ട് അവർ 3 പേരും എഴുതിയ വേറൊന്നും രീതിയില്ല.
യേശു കർത്താവിന്റെ യഥാർത്ഥ രൂപം ദൈവമാണെന്ന് വെളിപ്പെടുത്തി ആമേൻ യോഹന്നാന് കിട്ടിയതുണ്ട്. അവൻ ആമേൻ ഹല്ലേലൂയ യേശു കർത്താവ് ഒരു ദൈവമാണെന്ന്, സാക്ഷാൽ സത്യ ദൈവമാണെന്ന്, വീണ്ടെടുപ്പുകാരനാണെന്ന് തങ്കതൂലിക ചലിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയില് യോഹന്നാൻ ദർശിച്ചതുപോലെ, യോഹന്നാൻ കണ്ടതുപോലെ നമ്മുടെ മനദൃഷ്ടിയില് യേശുവിനെ കാണാൻ തയ്യാറെങ്കിൽ നീ ഏത് ജോലിക്ക് പോയിക്കോ, ഏത് കൂട്ടായ്മയിലായിക്കോ, ഏത് ഭാഗത്തായിക്കോ, ഏത് രാജ്യത്തായിക്കോ, ആമേൻ അവിടെ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. Praise the Lord. Praise the Lord. ആമേൻ 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 ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം, ആമേൻ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് കയ്യിൽ കുരുത്തോലയേന്തി കടന്നു വരുന്ന കാഴ്ചയും യോഹന്നാൻ കണ്ടു. ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. യോഹന്നാൻ ചോദിക്കുക, ഇവരാരാ എണ്ണിക്കൂടാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ഈ ജനക്കൂട്ടം എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ നീ അറിയുന്നില്ലേ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്ങ് കഴുകി വെളുപ്പിച്ച ശുദ്ധരായ വിശുദ്ധന്മാര് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് പറയുക. സ്തോത്രം. ആ ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ടു ഇന്ന് നിന്നെ തള്ളി മാറ്റുന്ന നിറത്തിന്റെ ആമേൻ സ്വഭാവത്തില്, ജാതിയുടെ സ്വഭാവത്തില്, വർഗത്തിന്റെ സ്വഭാവത്തില്, ഹല്ലേലൂയ, ഗുണശ്രേഷ്ഠതയില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞ് നിന്നെ തള്ളി പിറകെ മാറ്റുമ്പോൾ, ആമേ, നിത്യതയിൽ നീ ചെന്ന് കഴിയുമ്പോൾ ഈ തള്ളൽ അവിടെ നടക്കുകയില്ല. ആയിരം ആമേ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയില് ഒരുമിച്ചെന്ന് നമുക്ക് കാണാം. കയ്യിൽ കുരുത്തോല എന്തിട്ടവ സ്തുതി പാടി താമോദമോ നടത്തിയിടുന്നു. കയ്യിൽ കുരുത്തോല സ്തുതി പാടി താമോദമോ നടത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ രോടും നീച്ചങ്ങാനം നീപ്പാൻ. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധരോടും നീച്ചങ്ങാനം നീപ്പാൻ. തയ്യാറായോ? രാത്രി അതിനായി ഒരു തയ്യാറെടുപ്പ് നടത്തി ആ ശുദ്ധന്മാരോട് ചേർന്ന് ആമേൻ കയ്യിൽ കുരുത്തോലയേന്തി കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് ആമേൻ ഒരു ഉത്തമ മണവാട്ടിയായി കർത്താവിനോട് ചേർന്ന് പോകാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഐശ്വര്യവും ഉന്മേഷവും സകല ദൈവികമായ അനുഗ്രഹം നൽകി നമ്മെ മാനിക്കട്ടെ. എന്നെ ചാരത്തും ദൂരത്തും ആമേൻ ഹല്ലേലൂയ ഇവിടെ വരുന്ന ശ്രമിച്ച പ്രിയമുള്ളവരോട് ആമേൻ വീണ്ടും പറയുക, ആമേൻ അർക്കപ്പെട്ടതുപോലെ കുഞ്ഞാട് നിന്നതുകൊണ്ട് ഞാനും നിങ്ങളും ഈ മാരറ്റ പ്രാപിപ്പാൻ ഇടയായി. ആമേൻ ആ സന്തോഷത്തോടുകൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. Praise the Lord. Hallelujah. Amen. കർത്താവിന്റെ ധന്യമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു വേദി കർത്താവിന്റെ ദാസന്മാർ ഒരുക്കി തന്നു വർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നിലയിലും ഈ പ്രദേശത്തെയും ഈ സഭയെയും ആമേൻ സ്തോത്രം ഈ ടീമിന്റെ പ്രവർത്തകരെയും മാനിച്ച് ധാരാളമായി പ്രയോജനപ്പെടട്ടെ. ആ പലർക്കും ആയിരങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ദിവസത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോകത്തിൽ പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ അനേകർ പല വില കൊടുത്ത് അല്ലെങ്കിൽ അനേക ആഹാരങ്ങൾ, രുചികരമായ ആഹാരങ്ങൾ വാങ്ങാറുണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരാഹാരം സത്യവചനം ആണ്. ആ രുചികരമായ
നല്ല ആഹാരം സർവശക്തനായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന രുചികരമായ ആഹാരം, സത്യവചനമെന്ന ആ ആഹാരത്തെ ഭക്ഷിപ്പാൻ, അതിനെ ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ ഈ ദേശത്തിലുള്ളവർക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കും കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ അനുഗ്രഹീതമായി, വളരെ ശക്തിയോടെ ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാനനായ ദൈവപാസ്റ്ററിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ നിമിഷത്തിൽ അറിയിക്കുന്നു. ഇനിയും ദൈവം അനേക വേദികളിൽ, അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനവുമായി ദൈവം ശക്തമായി നിർത്തട്ടെ എന്ന് ഈ തരുണത്തിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദേശത്ത്